കേരളത്തിലെ എം പിമാരെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയും മന്ത്രി പരിവാരങ്ങളും തുടർച്ചയായി നടത്തുകയാണ്. നാളെ ലോക്സഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുക. ഈ നിമിഷം വരെ കേരളത്തിലെ ലോക്സഭാ അംഗങ്ങളുടെ ഒരു യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രവിരുദ്ധ സമരത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ആത്മാർത്ഥത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവർ ഇടതുപക്ഷവും BJP തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത് കൃത്യമായും പ്രകടമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എല്ലാ ലോക്സഭാ സെഷൻ സമയത്തും മുൻകൂട്ടി മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിക്കാറുണ്ട്. ഇത്തവണ വിളിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷക്കാലമായി ഓൺലൈനിലാണ് മീറ്റിംഗ് വിളിക്കുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചത് ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ കോവിഡിന് ശേഷവും പ്രഹസനമായി 1-2 മണിക്കൂർ, അതും കേരളത്തിലെ 29ഓളം എം പിമാർക്ക് സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് സമയം കൊടുത്താൽ എത്ര സമയം വേണം? 3 മണിക്ക് വിളിക്കും മീറ്റിംഗ്, 4 മണിയാകുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് എന്നാൽ ശരി എന്ന് പറഞ്ഞു പോകുക. ഇങ്ങനെ പ്രഹസന മീറ്റിംഗ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പ്രഹസനവും ഇല്ല, ഇപ്പോൾ ഓൺലൈനും ഇല്ല, മീറ്റിങ്ങും ഇല്ല, ചർച്ചയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാം ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ, ഞങ്ങളുടെ ഡിബേറ്റുകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ. കേരളത്തിന് വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ, തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായിട്ടും ഫണ്ട് വെട്ടിക്കുറച്ചപ്പോൾ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ച് വെല്ലിലിറങ്ങി സമരം ചെയ്ത ആൾക്കാർ. കേരളത്തിൻ്റെ GST കുടിശ്ശിക വന്നപ്പോൾ അത് കൃത്യമായിട്ട് നൽകണം എന്നാവശ്യപ്പെട്ടത് ഞങ്ങളാണ്. ഒരുപാട് സബ്സിഡി വെട്ടിക്കുറച്ചപ്പോഴും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞ് റെയിൽവേ ആണെങ്കിലും നാഷണൽ ഹൈവേ ആണെങ്കിലും NHM ആണെങ്കിലും എല്ലാ വിഷയത്തിലും ഇതുപോലെ സക്രിയമായി ഇടപെട്ട ഒരു കാലഘട്ടം കേരളത്തിലെ എം പിമാരില്ല. ഈ കാര്യങ്ങളെല്ലാം അതത് സഭ ഇല്ല, അറിയില്ല. സാധാരണ മെയിൽ വരിക ചെയ്യുക. ഞാൻ ഇന്ന് രാവിലെ ചെക്ക് ചെയ്തു, നാളെയാണല്ലോ ലോക്സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. അതും ബഡ്ജറ്റാണ്. ഓട്ടോൺ അക്കൗണ്ട് ആണെങ്കിലും ഒരാഴ്ച ചർച്ചയുണ്ട്. പ്രധാനപ്പെട്ട ബില്ലുകളും ചർച്ചയൊക്കെ ഈ സമ്മേളനത്തിലുണ്ട്. കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതിലിടപെടണം എന്ന് പറയാൻ എന്താ സർക്കാരിന് ഇത്ര വിമുഖത? ഇതെന്താ, ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അവിടെ ആര് ഭരിക്കുന്നു, ആര് പ്രതിപക്ഷം നോക്കാതെ ആ സ്റ്റേറ്റിന് വേണ്ടി ഓരോരുത്തരും ശക്തമായി വാദിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത ഒരു നിരാശയുണ്ട്. കാരണം പാലക്കാട് കാർഷിക പാക്കേജ് വേണം, ഞാൻ നിരന്തരമായി ആവശ്യപ്പെടുക. ഇന്ന് വരെ കേരള സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്രയും നെൽകർഷകരുടെ ഒരു ജില്ലയാണ് പാലക്കാട്. റെയിൽവേ കോച്ച് ഫാക്ടറിക്ക് UPA സർക്കാരിൻ്റെ കാലത്ത് സ്ഥലം ഏറ്റെടുത്തതാണ്. 250 ഏക്കർ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനുള്ളപ്പോൾ കൈമാറിയത്. വർഷം 7.5 കഴിഞ്ഞു. ആദ്യത്തെ യോഗം തൊട്ട് 3 യോഗത്തിലും ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഈ കോച്ച് ഫാക്ടറി സർക്കാർ ആവശ്യപ്പെടണം, സ്റ്റേറ്റ് ആവശ്യപ്പെടണം. സ്റ്റേറ്റ് ഇന്ന് വരെ ആവശ്യപ്പെട്ട ലിസ്റ്റിൽ കോച്ച് ഫാക്ടറി ഇല്ല, പാലക്കാട് കാർഷിക പാക്കേജ് ഇല്ല, പാലക്കാട് ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം വേണം. സർക്കാരിന് കത്ത് കൊടുത്തു, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി പറഞ്ഞു ആ കാര്യം പരിശോധിക്കാം. അപ്പോഴും മുഖം തിരിഞ്ഞ നിലപാട് ഓരോ ജില്ലയിലും വികസന കാര്യങ്ങളിലും ഈ സർക്കാർ തുടരുകയാണ്. ഞങ്ങൾ കേരളത്തിലെ എം പിമാരൊന്നും പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളും കേരളത്തിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുള്ളതും വളരെ വിശദമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെന്താ പോയിട്ട് ഒറീസയ്ക്ക് വേണ്ടിയോ ബംഗാളിന് വേണ്ടിയോ കാശ്മീരിന് വേണ്ടിയോ ആണോ വാദിക്കുന്നത്? പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്തെക്കുറിച്ചുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സംസ്ഥാനത്തെ ദുർബലരായ പാവപ്പെട്ടവരായ ആളുകളുടെ കാര്യവും ക്ഷേമകാര്യങ്ങളും വികസന കാര്യങ്ങളുമാണ്. ഫണ്ട് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളാണ്. കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇത്രയും ശക്തമായി പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഗവൺമെൻറ് എം പിമാരുടെ യോഗം വിളിക്കാൻ തയ്യാറില്ല. ഞങ്ങൾക്ക് ആശയമില്ല. 18 എം പിമാർ UDFൻ്റെയാണ്, 8-9 പേര് രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഉണ്ട്, CPMൻ്റെ ഉണ്ട്. അവർക്കൊന്നും പറയാനില്ലേ? അപ്പോൾ അവരുടെ യോഗം വിളിക്കുന്നില്ല. അപ്പോൾ എം പിമാരോട് തികഞ്ഞ അവഗണന സർക്കാർ കാണിക്കുന്നു, സംസ്ഥാനത്തോട് കാണിക്കുന്നു, സംസ്ഥാനം ആവശ്യപ്പെട്ട കാര്യങ്ങളോട് കാണിക്കുന്നു. ഒരു ആത്മാർത്ഥതയും മുഖ്യമന്ത്രിക്കും CPMനും ഈ കാര്യത്തിലില്ല.